ഇതെങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ, ഒരു മഹാത്മാവിന്റെ ആ കർമ്മം തൻ്റെത് തന്നെ പൂർത്തിയാണെന്ന് നോക്കിയിട്ട് പൂർത്തീകരണം പോലെ കണ്ടു. അപ്പോഴുണ്ടായ ഒരു അബദ്ധമാണ്, അല്ലാതെ അദ്ദേഹം തെറ്റ് ചെയ്യാൻ ആഗ്രഹിച്ചതല്ല. ആ അബദ്ധത്തിൽ നിന്ന് 25 ചതുർയുഗം കഴിഞ്ഞെന്നാണ് നമുക്ക് പറഞ്ഞു കിട്ടിയിരിക്കുന്ന സത്യം. ആ സത്യത്തിൽ നിന്ന് നമുക്കാർക്കും വികല്യമാവാൻ കഴിയില്ല. പക്ഷെ ഇതിപ്പോഴാണ് അനേകം കരികൾ, അതായത് കാലങ്ങൾ 25 കരികാലങ്ങൾ വന്നുകൊണ്ട് അത് 25ാമത് കരിയുഗമാണ് ഇപ്പോഴത്തെ. ആ കരിയുഗത്തിലാണ് ഇതിനൊരു മാറ്റം വരുത്താൻ അനേകം പേരെ വരുത്തിയിട്ടും. അതുകൊണ്ടാണ് ഈ ഗുരുക്കന്മാരെ കുറെ പറഞ്ഞു കൊടുക്കും. ത്രിമൂർത്തിയുടെ അവിടെ ചെന്ന് പറഞ്ഞിട്ട് അവിടെ നിൽക്കുക. അവിടെ പ്രകാശത്തിന്റെ കാര്യങ്ങൾ ഉപനിഷത്തുകളെല്ലാം തന്നെ അതേ പറയുന്നു. അത് എവിടെ നോക്കിയാലും അതേ. ഈ പ്രകാശം എന്ത്, ഈ പ്രകാശത്തിന്റെ സ്വഭാവം എന്ത്, അത് ഏത് വിധം, ഏത് കളറ്, ഒരു കളർ എത്ര കളറായിട്ട് മാറും, ഇതൊക്കെ ഇങ്ങനെ നമുക്ക് പറഞ്ഞു കിട്ടിയാലേ ഇത് മുന്നോട്ട് പോകും. ഇതാണ്, അല്ലാതെ സിദ്ധിയാലങ്ങളോ മറ്റു വിധത്തിലുള്ള കാര്യങ്ങളോ നമുക്ക് പരിപാലിക്കാനുള്ള കർമ്മമല്ല. അങ്ങനെ ഒന്നും ആരും ധരിക്കരുത്. അങ്ങനെ ചിലര് ധരിച്ചിട്ട് നമ്മുടെ ആളുകളിൽ തന്നെ വലിയ അബദ്ധം ഉണ്ടായിട്ടുണ്ട്. എന്താണ് അവർ കാണുന്നത്? ഒരു ദേവനോ 100 ദേവിയോ 1000 ദേവനോ അല്ല, കോടിക്കണക്കിനാണ്. അപ്പൊ ഈ ഒരു ദേവനെ കൊണ്ട് സാധിച്ച കാര്യങ്ങൾ പിന്നെ ഇതെന്തുകൊണ്ട് സാധിച്ചൂടാ എന്ന് ധരിച്ചിട്ട് അവരത് ആ വഴിക്ക് കൈകാര്യം ചെയ്യണം. പോയി അവർക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അവർക്ക് അപ്പോഴാണ് മനസ്സിലാകുന്നത് ഇതിങ്ങനെ ചെയ്യാൻ പാടില്ലാത്ത. ഈ മറ്റേ ദേവന്മാരുടെ കഥയിലുള്ള ചില കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കേട്ടും അറിഞ്ഞും വെച്ചിരിക്കുന്നത്. ഈ കഥയൊന്നും തികച്ചും ഈശ്വര സന്നിധാനത്തിലേക്ക് അല്ലെങ്കിൽ ദൈവ സന്നിധാനത്തിലേക്ക് എത്തുന്നതാണ്. അത് വേറെ എവിടെയെങ്കിലും എത്തിയോ? അപ്പൊ ഇത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഇതൊന്നും ഇങ്ങനെ സൃഷ്ടിക്കുക. ഇത് ഇന്ന് ചുരുക്കി ചില വാക്കുകൾ മാത്രമേ ഈ പുസ്തകത്തിലുള്ളൂ. ഇത് എഴുതി നിറയ്ക്കാൻ എളുപ്പമല്ല. വേണ്ടി വന്നാൽ ഒരു വലിയ ഈശ്വര സങ്കല്പത്തിൽ ജനിക്കേണ്ട മക്കളാരെങ്കിലാണ് ഇത് വന്നെഴുതിയത്.